ഹലോ മൈ ലവ്സ്, പുതിയൊരു ടെറോ റീഡിങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് താങ്കളുടെ സോൾ ഈ ഒരു ലൈഫ് ടൈമിൽ എന്തൊക്കെ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. താങ്കളുടെ സോളിന് എന്തൊക്കെ മെസ്സേജസ് ആണ്, എന്തൊക്കെ ഗൈഡൻസ് ആണ് താങ്കൾക്കായി നൽകാനുള്ളത് എന്നാണ്. ഇത് ലൈഫിൻ്റെ ഒരു സ്പിരിച്വൽ സൈഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റീഡിംഗ് ആണ്. താങ്കൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്. താങ്കൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടി താങ്കൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം IDയിൽ DM ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമൻ നാരായണൻ്റെ നാമത്തിൽ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ ഓപ്ഷൻസ് വെച്ചിരിക്കുന്നത് 3 ഓപ്ഷൻസ് ആണ് വെച്ചിരിക്കുന്നത്. 3ലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഗണേശൻ്റെ എനർജിയാണ്. എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ ഇൻറ്റ്യൂറ്റീവ്ലി ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പൈൽ നമ്പർ 1ന് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ കളറിലെ ഗണേശൻ്റെ കാർഡാണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ എനർജി. പൈൽ നമ്പർ 2ന് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത് ഗ്രീൻ കളറിലെ ഗണേശൻ്റെ കാർഡാണ്. ഇൻറ്റ്യൂറ്റീവ്ലി തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പൈൽ നമ്പർ 3ക്ക് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പർപ്പിൾ കളറിലെ ഗണേശൻ്റെ കാർഡാണ്. ഓക്കെ, ഹലോ പൈൽ നമ്പർ 1, താങ്കളുടെ റീഡിങ്ങിലേക്ക് സ്വാഗതം. താങ്കൾ ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു യെല്ലോ കളറിലെ ഗണേശൻ്റെ കാർഡാണ്. വളരെ ബ്യൂട്ടിഫുൾ എനർജിയാണ് ഈ ഒരു കാർഡിൻ്റേത്. ഹാപ്പി വൈബ്, ഹാപ്പി എനർജി. യെല്ലോ കളർ എപ്പോഴും ഹാപ്പിനെസ്സിനെയാണ് കാണിക്കുന്നത്. ഹാപ്പി വൈബ്സ് ആണ് യെല്ലോ കളർ എപ്പോഴും നൽകുന്നത്. സണ്ണിൻ്റെ എനർജി, എക്സ്പാൻഷൻ്റെ എനർജി, ഗ്രോത്തിൻ്റെ എനർജി, അതാണ് നമുക്ക് യെല്ലോ കളറിൽ നിന്നും എപ്പോഴും ലഭിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് സോളാർ പ്ലെക്സസ് അല്ലെങ്കിൽ മണിപ്പൂര ചക്രയുടെ എനർജി കാണാൻ സാധിക്കും. നമ്മളുടെ ബോഡിയിൽ ഈ ഒരു ഏരിയയിലാണ് സോളാർ പ്ലെക്സസ് ചക്ര അല്ലെങ്കിൽ മണിപ്പൂര ചക്ര ലൊക്കേറ്റ് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണിത്. പൈൽ നമ്പർ 1, ഈ ഒരു കാർഡിൽ നിന്നും എനിക്ക് സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്ന ഒരു എനർജി എന്തെന്ന് വെച്ചാൽ താങ്കളുടെ സോൾ ഈ ഒരു ലൈഫ് ടൈമിൽ കോൺഫിഡൻസ് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാക്കുന്നത്, കോൺഫിഡൻസ് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ഗ്രോത്ത് ആണ് ഉണ്ടാക്കുന്നത്, എന്ത് മാറ്റമാണ് കോൺഫിഡൻസ് നമ്മുടെ ലൈഫിൽ തരുന്നത്. പേഴ്സണൽ ലെവലിലായിക്കോട്ടെ, ഇമോഷണൽ ലെവലിലായിക്കോട്ടെ, സ്പിരിച്വൽ ലെവലിലായിക്കോട്ടെ, നമ്മുടെ ലൈഫിൽ ഒരു കോൺഫിഡൻസിൻ്റെ എനർജി നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ, നമ്മൾ കോൺഫിഡൻ്റ് ആവുമ്പോൾ, നമ്മൾ സെൽഫ് കോൺഫിഡൻസോട് കൂടി തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ്, എന്തൊക്കെ ഗ്രോത്ത് ആണ് ഉണ്ടാവുന്നത് എന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സെൽഫ് കോൺഫിഡൻസിൻ്റെ എനർജി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്ന ഒരു എനർജി എന്തെന്ന് വെച്ചാൽ പ്രീവിയസ് ലൈഫ് ടൈംസിൽ താങ്കളുടെ സോൾ പീപ്പിൾ പ്ലീസിങ് എനർജിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. കോഡിപ്പെൻഡൻസിയുടെ എനർജിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. താങ്കളുടെ സോൾ എനിക്ക് വോയിസ് ഇല്ല, എൻ്റെ വാക്കാരും കേൾക്കില്ല, ഞാൻ പറയുന്നത് ആരും അംഗീകരിക്കില്ല, ഞാൻ പറയുന്നത് ആര് കേൾക്കാനാണ്, എൻ്റെ എക്സിസ്റ്റൻസിന് യാതൊരു വാല്യൂ ഇല്ല, ഞാൻ വളരെ പുവർ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ആ ഒരു തരത്തിലുള്ള വളരെ ലാക്ക് ആയിട്ടുള്ള ആ ഒരു ലോവർ സെൽഫ് എസ്റ്റീമിൻ്റെ എനർജിയിലൂടെ പ്രീവിയസ് ലൈഫ് ടൈമിൽ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈഫ് ടൈമിൽ ആ ഒരു സെൽഫ് കോൺഫിഡൻസിൻ്റെ എനർജി, എംപവർ ആകുക എന്ന് വെച്ചാൽ എന്താണ്, ആ എംപവർമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു എനർജി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തങ്ങളുടെ സോൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ അബാണ്ടൻസ്, ലൈഫിൻ്റെ എല്ലാ ഏരിയയിലും ആ ഒരു സമ്പൽ സമൃദ്ധിയുടെ എനർജി. സമ്പൽ സമൃദ്ധി എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള എനർജി എന്താണ്, അബാണ്ടൻസ് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ഹാപ്പിനെസ്സാണ് കൊണ്ടുതരിക,
അബാൻഡൻസ് എന്താണ്, അബാൻഡൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഒരു ഹാപ്പി മണിയുടെ എനർജി എങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. ആ ഒരു അബാൻഡൻസിൻ്റെ എനർജിയും ഈ ഒരു ലൈഫ് ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തങ്ങളുടെ സോൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ ആ ഒരു പോവർട്ടിയിലൂടെ പ്രീവിയസ് ലൈഫ് ടൈമിൽ തങ്ങളുടെ സോൾ ലോവർ സെൽഫ് എസ്റ്റീമിൽ കൂടെ തങ്ങളുടെ സോൾ പ്രീവിയസ് ലൈഫ് ടൈംസിൽ കടന്നു പോയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈഫ് ടൈമിൽ ആ സെൽഫ് കോൺഫിഡൻസിൻ്റെ അബാൻഡൻസിൻ്റെ എനർജി അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വളരെയധികം താങ്കളുടെ സോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഡിവൈൻ ടെറോയിലൂടെ എന്തൊക്കെ മെസ്സേജസ് ആണ് താങ്കളുടെ സോൾ ഈ ഒരു ലൈഫ് ടൈമിൽ എന്തൊക്കെ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ഡിവൈൻ ടെറോയിലൂടെ ഇനി നോക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. പൈൽ നമ്പർ 1ൻ്റെ സോൾ ഈ ഒരു ലൈഫ് ടൈമിൽ എന്തൊക്കെ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. Okay. Queen of Swords, the Star, Two of Pentacles, Two of Swords, Nine of Swords, Four of Cups. Okay. Bottom of the deckil, the Chariot. Oh, beautiful ആയിട്ടുള്ള എനർജി. ഓക്കെ, എഗെയിൻ വിത്ത് ദി ക്യൂൻ ഓഫ് സോഡ് താങ്കളുടെ സോൾ ആ ഒരു കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസോടെ മുന്നോട്ട് പോവുക. താങ്കളുടെ ലൈഫിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കടന്നു വരുന്നവർക്ക് ആ ഒരു സ്ട്രോങ് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുക, അവരുടെ മുന്നിൽ ആ ഒരു സ്ട്രോങ് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുക. എഗെയിൻ ആ ഒരു കോൺഫിഡൻസിൻ്റെ എനർജി, ആ ഒരു എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കോൺഫിഡൻസോടുകൂടി തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുക, കോൺഫിഡൻസോടുകൂടി തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ പ്രസൻറ്റ് ചെയ്യുക, എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിലും ആ ഒരു കോൺഫിഡൻസ് ആഡ് ചെയ്യുക. ആ ഒരു എനർജി സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഈ ഒരു കാർഡിലും ആ ഒരു എനർജി കണ്ടതാണ്. ഓക്കെ, ഇവിടെ ഓൾറെഡി പറഞ്ഞതുപോലെ ക്യൂൻ ഓഫ് സോഡ് കാർഡിൽ നിന്നും ആ ഒരു ഹെൽത്തി ബൗണ്ടറി, റിലേഷൻഷിപ്പിൻ്റെ ഏരിയയിൽ ആ ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുക. നോ പറയേണ്ടടുത്ത് നോ പറയുക. ആ ഒരു എനർജി, ആ ഒരു നോ പറയുമ്പോൾ ലൈഫിൽ നമ്മൾ എത്രത്തോളം എംപവേർഡ് ആവും, എത്രത്തോളം നമുക്ക് ആ ഒരു എംപവർമെൻറ്റ് കിട്ടും എന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് താങ്കളുടെ സോൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നത് പ്രീവിയസ് ലൈഫ് ടൈമിൽ മാത്രമല്ല, ഈ ഒരു ലൈഫ് ടൈമിലും താങ്കളുടെ പാസ്റ്റ് സിറ്റുവേഷൻസ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ താങ്കളുടെ റിലേഷൻഷിപ്പിൻ്റെ ഏരിയയിലോ അല്ലെങ്കിൽ കരിയറിൻ്റെ ഏരിയയിലോ താങ്കളെ പലപ്പോഴും യൂസ് ചെയ്യുന്നത് താങ്കൾ കണ്ടിട്ടുള്ളതാണ്. ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്, ആ ഒരു എനർജിയിൽ താങ്കളെ യൂസ് ചെയ്യുന്നത് താങ്കൾ കണ്ടിട്ടുണ്ട്. അവനോട് അല്ലെങ്കിൽ അവളോട് ഈ ഒരു കാര്യം ചെയ്തു തരാൻ പറഞ്ഞാൽ ഒരക്ഷരവും മിണ്ടാതെ അവർ ചെയ്തു തരും. അവർ നോ പറയില്ല. അവർ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്, ആ ഒരു എനർജിയിൽ താങ്കളെ യൂസ് ചെയ്യുന്നത് താങ്കൾ കണ്ടിട്ടുള്ളതാണ്. വിത്ത് ദി ക്യൂൻ ഓഫ് സോഡ് താങ്കൾക്ക് ഓൾറെഡി അറിയാം അവർ താങ്കളെ യൂസ് ചെയ്യുകയാണ്. ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്, ആ ഒരു എനർജിയിൽ താങ്കളെ ഉപയോഗിക്കുകയാണെന്ന് താങ്കൾക്ക് ഓൾറെഡി അറിയാം. കാരണം ക്യൂൻ ഓഫ് സോഡ് ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ക്യൂനാണ്. ക്യൂൻസിൻ്റെ
ഹയസ്റ്റ് പൊട്ടൻഷ്യൽ കാർഡ്സ് എടുക്കുമ്പോൾ ക്വീൻ ഓഫ് സോഡ് ഇൻ്റലിജൻറ്റിനെയാണ് കാണിക്കുന്നത്, ഇൻ്റലക്റ്റിനെയാണ് കാണിക്കുന്നത്. സോഡ് എനർജി എപ്പോഴും അവർ ഇൻ്റലിജൻറ്റിനെ, എയറിനെ, ബുദ്ധിയെയാണ് കാണിക്കുന്നത്. സോ ഓൾറെഡി താങ്കൾക്കറിയാം അവർ താങ്കളെ യൂസ് ചെയ്യുകയാണ് എന്ന്. പക്ഷേ താങ്കൾ പലപ്പോഴും അവരെന്ത് വിചാരിക്കും, ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതായാലോ, അല്ലെങ്കിൽ അവരെന്നോട് മിണ്ടാതിരുന്നാലോ, ആ ഒരു അബാൻഡൻമെൻറ്റ് ഇഷ്യൂയിലേക്ക് പോയാലോ. പാസ്റ്റിൽ താങ്കളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, താങ്കൾ റിലേഷൻഷിപ്പിൽ താങ്കളെ ഒറ്റപ്പെടുത്തുന്നത് താങ്കൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ താങ്കൾ ചെയ്തു കൊടുക്കും. താങ്കളെ ഉപയോഗിക്കുകയാണ് എന്നറിഞ്ഞാലും താങ്കൾ അതങ്ങ് ചെയ്തു കൊടുക്കും. ഇവിടെ താങ്കളുടെ സോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് താങ്കൾ നോ പറയേണ്ടടുത്ത് നോ പറയണം. ആ ഒരു സെൽഫ് കോൺഫിഡൻസോട് കൂടി തന്നെ താങ്കളുടെ ഫീലിംഗ് എന്താണ്, താങ്കളുടെ ഇമോഷൻ എന്താണ്, താങ്കളുടെ സത്യം എന്താണ് എന്നുള്ളത് തുറന്നു പറയണമെന്നാണ്. അപ്പോൾ ഇപ്പോഴും താങ്കൾ അതിന് അവസരം ഒരുക്കുന്നു, മറ്റുള്ളവർ താങ്കളെ യൂസ് ചെയ്യാൻ അവസരം ഒരുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയെ താങ്കൾ ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ക്വീൻ ഓഫ് സോഡിൻ്റെ എനർജി എന്താണെന്ന് അറിയുമോ? ക്വീൻ ഓഫ് സോഡിന് നന്നായിട്ട് അറിയാം എവിടെ ഹെൽത്തി ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യണമെന്ന്, എവിടെ നോ പറയണമെന്ന് ക്വീൻ ഓഫ് സോഡിന് നന്നായിട്ട് അറിയാം. ക്വീൻ ഓഫ് സോഡ് വളരെ ബ്ലണ്ട് എനർജിയാണ്, വളരെ ബ്ലണ്ടായിട്ടുള്ള, വളരെ മൂർച്ചയുള്ള വാക്കുകളാണ് ക്വീൻ ഓഫ് സോഡിൻ്റെ. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തനിക്ക് പറയാനുള്ള കാര്യം ക്വീൻ ഓഫ് സോഡ് പറയും. ഇറ്റ്സ് ഇനഫ്, ഇതാണ് താങ്കളുടെ ബൗണ്ടറി, ഇതിനപ്പുറത്തേക്ക് താങ്കൾ വരാൻ പാടില്ല. താങ്കൾ എൻ്റെ ലൈഫിലേക്ക് ഇനി വന്നാൽ താങ്കൾ എൻ്റെ മറ്റൊരു മുഖം കാണും എന്ന് നന്നായിട്ട് പറയാൻ ക്വീൻ ഓഫ് സോഡിന് അറിയാം. ആ എനർജിയിലേക്ക് താങ്കൾ വരേണ്ടതുണ്ട്. താങ്കളുടെ സോളും അതാണ് ആഗ്രഹിക്കുന്നത്. താങ്കൾ ആ ഒരു മറ്റുള്ളവർ താങ്കളെ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആ ഒരു എനർജിയിൽ യൂസ് ചെയ്യുന്ന ആ ഒരു എനർജിയിൽ നിന്ന് ഷിഫ്റ്റ് കൊണ്ടുവന്നിട്ട് താങ്കളൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആ ഒരു എനർജിയിലേക്ക് വരേണ്ടതുണ്ട്. ക്വീൻ ഓഫ് സോളിൻ്റെ എനർജിയിലേക്ക് വരേണ്ടതുണ്ട്. താങ്കളുടെ സോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ നോ പറയേണ്ടടുത്ത് നോ പറയുക, കോൺഫിഡൻസോട് കൂടി തന്നെ താങ്കൾക്ക് പറയാനുള്ളത് പറയുക, താങ്കളെ പ്രസൻറ്റ് ചെയ്യുക. ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു എനർജി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് താങ്കളുടെ സോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം പീരീഡിലും താങ്കളെ യൂസ് ചെയ്യുന്ന ആ ഒരു എനർജിയിലാണ് മറ്റുള്ളവർ താങ്കളെ യൂസ് ചെയ്യാനുള്ള അവസരം താങ്കൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു എനർജിയെ ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി മുതൽ താങ്കളെ യൂസ് ചെയ്യുന്നുവെന്ന് തോന്നുന്നിടത്ത് അവിടെ താങ്കൾ നോ പറയേണ്ടതുണ്ട്. ഇറ്റ്സ് ഇനഫ് എന്ന് പറയേണ്ടതുണ്ട്. മതി, ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല, ഇതാണ് ബൗണ്ടറി, ഇതിനപ്പുറത്തേക്ക് കടന്നു വരാൻ പാടില്ല എന്ന് താങ്കൾ പറയേണ്ടതുണ്ട്. താങ്കളുടെ ആ ഒരു സോൾ അതാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്കൾ ആ ഒരു ഹെൽത്തി ബൗണ്ടറി താങ്കളുടെ ലൈഫിൽ സെറ്റ് ചെയ്യുമ്പോൾ, നോ പറയേണ്ടടുത്ത് നോ പറയുമ്പോൾ താങ്കളുടെ ലൈഫിൽ നിന്ന് വിത്ത് 9 ഓഫ് സോഡ് താങ്കളുടെ ലൈഫിൽ നിന്ന് ടോക്സിക് ആയിട്ടുള്ള ആളുകൾ, ടോക്സിക് ആയിട്ടുള്ള വ്യക്തികൾ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ കരിയർ വൈസ് ആയിക്കോട്ടെ, ടോക്സിക് ആയിട്ടുള്ള അവർ എനർജി വാമ്പയർ ആയിട്ടുള്ള നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ താങ്കളുടെ ലൈഫിൽ നിന്ന് ലെറ്റ് ഗോ ആവുന്നത്, അവർ തന്നെ ഒഴിഞ്ഞു പോകുന്നത് താങ്കൾ കാണും. താങ്കളുടെ ലൈഫിലേക്ക് വീണ്ടും ഒരു ബാലൻസ് വരുന്നത് താങ്കൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ക്ലെൻസിങ്ങിൻ്റെ എനർജിയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. താങ്കൾ വളരെ കോൺഫിഡൻസോടുകൂടി തന്നെ നോ പറയേണ്ടടുത്ത് നോ പറയുമ്പോൾ താങ്കളുടെ ലൈഫിൽ നിന്ന് ആ ഒരു ടോക്സിസിറ്റിയാണ് ക്ലെൻസ് ആവുന്നത്. ടോക്സിക് ആയിട്ടുള്ള ആളുകളാണ് റിമൂവ് ആവുന്നത്. ടോക്സിക് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ് റിമൂവ് ആവുന്നത്. ഈ ടോക്സിസിറ്റി താങ്കളുടെ ലൈഫിൽ നിന്ന് റിമൂവ് ആയി കഴിയുമ്പോഴത്തേക്ക് താങ്കളുടെ ലൈഫിൽ ബാലൻസ് റീസ്റ്റോർ ആവുന്നത്, താങ്കളുടെ ലൈഫിലേക്ക് സുഖവും സന്തോഷവും സമാധാനവും വരുന്നത് താങ്കൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. എഗെയിൻ ഇവിടെ താങ്കൾ ഇപ്പോഴും ആ ഒരു മറ്റുള്ളവർ താങ്കളെ യൂസ് ചെയ്യാനുള്ള ഇടയൊരുക്കുന്നുണ്ട്. ഇപ്പോഴും താങ്കളെ ആ ഒരു ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എനർജിയിൽ മറ്റുള്ളവർ യൂസ് ചെയ്യാനുള്ള ഇട താങ്കളായിട്ട് ഒരുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് താങ്കൾ ഷിഫ്റ്റ് ആവേണ്ടതുണ്ട്. നോ പറയേണ്ടടുത്ത് നോ പറയേണ്ടതുണ്ട്. താങ്കളുടെ സോൾ അതാണ് ആഗ്രഹിക്കുന്നത്. താങ്കൾ വളരെ പവർഫുള്ളായിട്ട് നോ പറയേണ്ടടുത്ത് നോ പറയുക, താങ്കളെ കോൺഫിഡൻസോട് കൂടി തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക. അതാണ് താങ്കളുടെ സോൾ ആഗ്രഹിക്കുന്നത്. കാരണം പ്രീവിയസ് ലൈഫ് ടൈമിലും താങ്കളുടെ സോൾ ഇതുപോലുള്ള എൻവയോൺമെൻറ്റിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വിത്ത് ദി സ്റ്റാർ കാർഡ് താങ്കളുടെ സോൾ ഈ ഒരു ലൈഫ് ടൈമിലൂടെ
ഫെയിമിൻ്റെ എനർജി എക്സ്പീരിയൻസ് ചെയ്യണം, സ്പോട്ട് ലൈറ്റിൻ്റെ എനർജി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇതുവരെ ബാക്ക് ഓഫ് ദി സ്റ്റേജിലാണ് താങ്കൾ നിന്നത്, സ്റ്റേജിന് പിറകിലാണ് നിന്നതെങ്കിൽ സ്റ്റേജിലേക്ക് വരണം, താങ്കളെ പ്രസൻറ്റ് ചെയ്യണം, വളരെ കോൺഫിഡൻസോടു കൂടി തന്നെ താങ്കളെ പ്രസൻറ്റ് ചെയ്യണം, താങ്കൾക്ക് പറയാനുള്ളത് പറയണം. ആ ഒരു സ്റ്റേജിൻ്റെ മുന്നിലേക്ക് വരിക, താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക, മറ്റുള്ളവർ താങ്കളെപ്പറ്റി ചർച്ച ചെയ്യുക, മറ്റുള്ളവർ താങ്കളെ ആ ഒരു സ്പോട്ട് ലൈറ്റിൽ കാണുക, ആ ഒരു എനർജി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് താങ്കളുടെ സോൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ആ ഒരു പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ അല്ലെ സ്റ്റേജിലേക്ക് വരാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനോട് യെസ് പറയേണ്ടതുണ്ട്. അവിടെ ഒരു ഷൈ എനർജിയിൽ പിറകോട്ട് മാറി നിൽക്കരുതോ, ഞാൻ പറയുന്നത് ആളുകൾ കേട്ടില്ലെങ്കിലോ, എനിക്ക് അതിനുള്ള വോയിസ് ഒന്നുമില്ല, ആളുകൾ ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ പോകുന്നില്ല, ആ ഒരു എനർജിയിൽ പുറകോട്ട് മാറി നിൽക്കാതെ താങ്കൾക്ക് പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ സ്റ്റേജിൽ എന്തെങ്കിലും പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അതിനോട് യെസ് പറയുക. കാരണം താങ്കളുടെ സോൾ ആ ഒരു എനർജി സ്പോട്ട് ലൈറ്റിലേക്ക് വരിക, ആ ഒരു എനർജി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ താങ്കൾ ആ ഒരു സ്പോട്ട് ലൈറ്റിലേക്ക് വരുമ്പോൾ താങ്കൾക്ക് ഇതുവരെ ഹിഡൻ ആയിട്ട് കിടന്ന ആ ഒരു ടാലൻറ്റ് എന്താണ് എന്ന് താങ്കൾക്ക് മനസ്സിലാകാൻ സാധിക്കും എന്നുള്ള ഒരു സ്ട്രോങ് മെസ്സേജും ഇവിടെ ലഭിക്കുന്നുണ്ട്. താങ്കളുടെ ഉള്ളിലുള്ള ഹിഡൻ ടാലൻസ് ആ ഒരു സ്പോട്ട് ലൈറ്റിലേക്ക് വരുമ്പോൾ പുറത്തേക്ക് വരും എന്നുള്ള ഒരു സ്ട്രോങ് മെസ്സേജും ഇവിടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് സ്പോട്ട് ലൈറ്റിലേക്ക് വരാൻ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി താങ്കൾക്ക് കിട്ടുകയാണെങ്കിൽ താങ്കൾ അതിനോട് തീർച്ചയായിട്ടും യെസ് പറയുക. ഓക്കെ, അതുപോലെ തന്നെ താങ്കളുടെ ആ ഒരു സോൾ ഫാമിലി റിലേഷൻഷിപ്പ്, അതായത് താങ്കൾക്ക് പറയാനുള്ളത് കേൾക്കുന്ന, നമുക്ക് പേഴ്സണൽ സ്പേസ് തരുന്ന, അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു വൾണറബിൾ സൈഡ് കാണിച്ചാലും കുഴപ്പമില്ലാത്ത, നമ്മളെ പാമ്പർ ചെയ്യുന്ന, നമ്മളെ കംഫർട്ടാക്കുന്ന, ലിറ്ററലി ആ ഒരു സോൾ മേറ്റ് കണക്ഷൻ, സോൾ ഫാമിലി കണക്ഷൻ എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു കണക്ഷൻ, സോൾ ഫാമിലി റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. താങ്കൾക്ക് ആ ഒരു പേഴ്സണൽ സ്പേസ് തരുന്ന, താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ താങ്കളെ കളിയാക്കാത്ത അത്തരത്തിലുള്ള റിലേഷൻഷിപ്സ് താങ്കളുടെ ലൈഫിൽ എൻജോയ് ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സോൾ ഫാമിലി റിലേഷൻഷിപ്പ് വളരെ സേക്രഡ് ആയിട്ടുള്ള, താങ്കളെ മനസ്സിലാക്കുന്ന, താങ്കൾക്ക് സ്പേസ് തരുന്ന ഈ റിലേഷൻഷിപ്പിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി താങ്കൾ ഫസ്റ്റ് ഈ ഒരു എനർജി, ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള, താങ്കളെ യൂസ് ചെയ്യുന്ന, താങ്കളെ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആ ഒരു എനർജിയിൽ താങ്കളെ യൂസ് ചെയ്യുന്ന ആളുകളുടെ എനർജിയെ, ആ ഒരു എൻവയോൺമെൻറ്റിൻ്റെ എനർജിയെ ഫസ്റ്റ് താങ്കൾ ക്ലെൻസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്ലെൻസിങ്ങിലൂടെ മാത്രമേ ഈ ഒരു സോൾ ഫാമിലി റിലേഷൻഷിപ്പ്, സോൾമേറ്റ് കണക്ഷൻസ് താങ്കളുടെ ലൈഫിലേക്ക് വരികയുള്ളൂ. ഈ ഒരു ഡാർക്ക് എനർജി നിൽക്കുമ്പോൾ, ഈ ഒരു ടോക്സിക് എനർജി നിൽക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു ബ്ലെസ്സിങ്, ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ, സോൾ ഫാമിലി കണക്ഷൻ നമ്മളുടെ ലൈഫിലേക്ക് വരില്ല. അതിനുവേണ്ടി താങ്കൾ ഫസ്റ്റ് ഈ ഒരു എനർജിയെ കംപ്ലീറ്റ് ആയിട്ട് താങ്കളുടെ ലൈഫിൽ നിന്ന് ക്ലെൻസ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു ക്ലെൻസിങ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴും താങ്കളുടെ ലൈഫിൽ മറ്റുള്ളവരെ താങ്കളുടെ കാര്യങ്ങളിൽ ഇടപെടുവാൻ ആവശ്യമില്ലാതെ ബൗണ്ടറി കടന്ന് താങ്കളുടെ ലൈഫിലേക്ക് കടന്നു വരാനുള്ള അനുവാദം കൊടുക്കുന്നുണ്ട്, താങ്കളെ യൂസ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്നുണ്ടെങ്കിൽ താങ്കളോട് താങ്കളുടെ സോളിനോട് ചെയ്യുന്ന തെറ്റാണ്. കാരണം താങ്കളുടെ സോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് താങ്കൾ വളരെ എംപവേർഡായിട്ട് തന്നെ നോ പറയേണ്ടടുത്ത് നോ പറയുക എന്നാണ്. ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള സോൾ ഫാമിലി റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ ഈ ഒരു എനർജിയിൽ, അതായത് ടോക്സിക് ആയിട്ടുള്ള ആളുകളെ താങ്കളെ യൂസ് ചെയ്യാൻ അവർക്ക് അനുവാദം കൊടുക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു എനർജിയിൽ നിന്ന് ഷിഫ്റ്റ് ആവേണ്ടതുണ്ട്. ഓക്കെ, താങ്കളുടെ സോളിന് ഈ ഒരു പ്രസൻറ്റ് വെർഷനായ താങ്കളോട് എന്തെങ്കിലും ഗൈഡൻസ് നൽകാനുണ്ടോ എന്ന് കൂടി നോക്കാം. താങ്ക് യു സോ മച്ച്. Thank you. Thank you so much. Thank you. Okay.
Embrace your inner gypsy. Freedom, fun, music. Explore your creative side. Visualize, paint, record. Spirit guide, insight, guidance, purpose. Okay. താങ്കളുടെ സോൾ ആഗ്രഹിക്കുന്ന താങ്കളുടെ സോൾ താങ്കൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് എന്തെന്ന് വെച്ചാൽ താങ്കളുടെ ഒരു പേഴ്സണൽ ഫ്രീഡം അതിനെ ചാനൽ ചെയ്യുക, അതിനെ എംബ്രേസ് ചെയ്യുക. എഗെയിൻ ആ നോ പറയേണ്ടടുത്ത് നോ പറയുക. താങ്കൾ ആ ഒരു പീപ്പിൾ പ്ലീസിങ് എനർജിയിലേക്ക് പോകേണ്ട കാര്യമില്ല, മറ്റുള്ളവർ താങ്കളെ യൂസ് ചെയ്യാനുള്ള ഇടയൊരുക്കേണ്ട കാര്യമില്ല എന്നുള്ള ഗൈഡൻസാണ് താങ്കളുടെ സോൾ താങ്കളുടെ പ്രസൻറ്റ് വേർഷനോട് പറയുന്നത്. അതുപോലെ തന്നെ ലൈഫിൽ കുറച്ചുകൂടെ ഫൺ എനർജി ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ആ ഒരു ലാക്ക് മെൻറ്റാലിറ്റിയിലേക്ക് പോവാതെ ലൈഫിനെ ആ ഒരു ഫൺ വേയിൽ നോക്കിക്കാണുക. ശരിയാണ്, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ചാലഞ്ചസ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. പക്ഷേ ആ ഒരു ചാലഞ്ചസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടൈം പീരീഡിൽ നമ്മൾ ആ ഒരു ലൈഫിനെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആ ഒരു സീരിയസ് വേയിൽ നോക്കിക്കണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എനർജി വൈസ് കുറച്ച് ഹെവിനെസ് കാണും. ആ ഒരു എനർജി, ആ ഒരു സീരിയസ് ആയിട്ടുള്ള എനർജി ഇവിടെ ക്യാൻസൽ ഔട്ട് ചെയ്യേണ്ടതുണ്ട്. ലൈഫിൽ കുറച്ചുകൂടെ ഫൺ എനർജി ആഡ് ചെയ്യേണ്ടതുണ്ട്. ഫൺ വേയിൽ മുന്നോട്ട് പോവേണ്ടതുണ്ട്. ലൈഫിനെ കുറച്ചുകൂടെ എൻജോയ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു ഗൈഡൻസ് താങ്കളുടെ സോൾ താങ്കൾക്കായി നൽകുന്നുണ്ട്. എക്സ്പ്ലോർ യുവർ ക്രിയേറ്റീവ് സൈഡ്. വിഷ്വലൈസ്, പെയിൻറ്റ്, റെക്കോർഡ്. ഇവിടെ താങ്കളുടെ സോൾ നൽകുന്ന മറ്റൊരു ഗൈഡൻസ് എന്തെന്ന് വെച്ചാൽ താങ്കളുടെ ലൈഫിൽ ആ ഒരു ഫൺ എനർജി ആഡ് ചെയ്യുന്നതിനായിട്ട് താങ്കളുടെ ക്രിയേറ്റീവ് സൈഡിനെ ചാനൽ ചെയ്യേണ്ടതുണ്ട്, അതിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട്. താങ്കളിൽ ചിലവർ നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന വ്യക്തിയായിരിക്കാം, ഡാൻസ് നന്നായിട്ട് അറിയാം, നന്നായിട്ട് പാടുന്നവരായിരിക്കാം. അതുപോലെ എന്തെങ്കിലും മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്, വയലിൻ അല്ലെങ്കിൽ ഗിറ്റാർ, അതുപോലുള്ള മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യാൻ താങ്കൾക്കറിയാം. ഡ്രോയിങ് അറിയാവുന്നവരായിരിക്കാം, അല്ലെ പെയിൻറ്റിങ് അറിയാവുന്നവരായിരിക്കാം, റൈറ്റിംഗ് നന്നായിട്ട് റൈറ്റ് ചെയ്യുന്നവരായിരിക്കാം. താങ്കളുടെ ലൈഫിൽ ആ ഒരു ഫൺ എനർജിയെ ആഡ് ചെയ്യുന്നതിനായിട്ട് ഈ ഒരു താങ്കളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയെ താങ്കൾ ഏത് ക്രിയേറ്റിവിറ്റിയുമായിട്ടാണോ കണക്റ്റ് ആയിട്ടിരിക്കുന്നത് ആ ഒരു ക്രിയേറ്റീവ് എനർജിയെ ചാനൽ ചെയ്യേണ്ടതുണ്ട്, അതിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട്. ഡാൻസ് ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ ഡാൻസ് ചെയ്യുക, പെയിൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പെയിൻറ്റ് ചെയ്യുക. ലൈഫിൽ ആ ഒരു കൂടുതൽ പ്രശ്നങ്ങളിലൂടെയും ചാലഞ്ചസും ഒക്കെ ലൈഫിലേക്ക് വന്നതനുസരിച്ച് താങ്കളുടെ ആ ഒരു ക്രിയേറ്റീവ് സൈഡിനെ എക്സ്പ്ലോർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു ഫൺ എനർജി ആഡ് ചെയ്യുന്നതിന് വേണ്ടി താങ്കൾ വീണ്ടും ആ ഒരു ക്രിയേറ്റീവ് സൈഡിനെ ചാനൽ ചെയ്യേണ്ടതുണ്ട്. താങ്കളുടെ ആ ഒരു ക്രിയേറ്റീവ് സൈഡുമായിട്ട് കണക്റ്റ് ആവേണ്ടതുണ്ട്. അത് താങ്കളുടെ ആ ഒരു ഇന്നർ ചൈൽഡ് എനർജിയുമായിട്ട് താങ്കളെ കണക്റ്റ് ചെയ്യാൻ സഹായിക്കും. താങ്കളുടെ ഇന്നർ ചൈൽഡ് എനർജിയുമായിട്ട് താങ്കളെ കണക്റ്റ് ചെയ്യാൻ സഹായിക്കും. ആ ഒരു ഫൺ എനർജി താങ്കളുടെ ലൈഫിലേക്ക് ആഡ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളൊരു ഗൈഡൻസ് താങ്കളുടെ സോൾ ഇവിടെ താങ്കൾക്കായിട്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഗൈഡൻസ് എന്തെന്ന് വെച്ചാൽ താങ്കളുടെ സ്പിരിച്വൽ ടീം, അത് താങ്കൾ വിശ്വസിക്കുന്ന താങ്കളുടെ ഗോഡാവാം, ഗോഡസസ് ആകാം, അല്ലെങ്കിൽ താങ്കൾക്ക് ഏഞ്ചൽസിൽ വിശ്വാസമുണ്ട്, ഏഞ്ചൽസ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും അസെൻഡൻറ്റ് മാസ്റ്റേഴ്സ് ആവാം, ബുദ്ധ, ഓഷോ, അതുപോലുള്ള അസെൻഡൻറ്റ് മാസ്റ്റേഴ്സ് ആവാം. താങ്കളുടെ സ്പിരിച്വൽ ടീം അല്ലെങ്കിൽ താങ്കളുടെ ആൻസിസ്റ്റേഴ്സ് ആവാം, താങ്കളുടെ ഫാമിലി ലൈനിലുള്ള താങ്കളുടെ ആൻസിസ്റ്റേഴ്സ് ആവാം. താങ്കളുടെ ഒരു സ്പിരിച്വൽ ടീമുമായിട്ട്, സ്പിരിറ്റ് ഗൈഡുമായിട്ട് കണക്റ്റ് ആവേണ്ടതുണ്ട് ഈ ഒരു ടൈം പീരീഡിൽ എന്നുള്ളൊരു ഗൈഡൻസും ഇവിടെ താങ്കളുടെ സോൾ നൽകുന്നുണ്ട്. താങ്കളുടെ സ്പിരിച്വൽ ടീം താങ്കളുടെ സോൾ പേർപ്പസുമായിട്ട്, താങ്കളുടെ ലൈഫ് പേർപ്പസുമായിട്ട് കണക്റ്റ് ആക്കുവാൻ താങ്കളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഫയൽ നമ്പർ 1, താങ്കൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ താങ്കളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പുതിയൊരു റീഡിങ്ങുമായി കാണുന്നവരേക്കും ബൈ. ഹലോ, ഫയൽ നമ്പർ 2, താങ്കളുടെ റീഡിങ്ങിലേക്ക് സ്വാഗതം. താങ്കൾ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഗ്രീൻ കളറിലെ ഗണേശൻ്റെ കാർഡാണ്.
വളരെ കാമിങ് ആയിട്ടുള്ള, സൂത്തിങ് ആയിട്ടുള്ള, വളരെ കൂളിംഗ് ആയിട്ടുള്ള എനർജിയാണ്. ഒരുപാട് ഗ്രീൻ കളർ ഇതിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ഗ്രീൻ കളർ എപ്പോഴും അബാണ്ടൻസിൻ്റെ എനർജിയാണ് നൽകുന്നത്, സമ്പൽ സമൃദ്ധിയുടെ എനർജിയാണ് നൽകുന്നത്. ഇവിടെ നമുക്ക് അൻഹത ചക്രയെ കാണാം, ഹാർട്ട് ചക്രയുടെ എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വണ്ണസിൻ്റെ എനർജി, വളരെ സൂത്തിങ് ആയിട്ടുള്ള എനർജി, ഒരുപാട് ഹീലിംഗ് വൈബ് ഈ ഒരു കാർഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജി നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കാർഡിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന മെസ്സേജ് എന്തെന്ന് വെച്ചാൽ, താങ്കളുടെ സോൾ ഈ ഒരു ലൈഫ് ടൈമിൽ താങ്കളുടെ ബോഡിയിൽ ഇരുന്നു കൊണ്ട്, താങ്കളുടെ വെസലിൽ ഇരുന്നു കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ഏരിയയിലും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആസ് എ സോൾ ഈ ഒരു ഭൂമി വിട്ട് താങ്കളുടെ ശരീരം ഉപേക്ഷിച്ച് താങ്കൾ തിരിച്ചു പോകുന്ന ആ ഒരു സമയത്ത് എല്ലാവിധമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷനോടും കൂടി, സംതൃപ്തിയോടുകൂടി തന്നെ തിരിച്ചു പോകണം എന്ന് താങ്കളുടെ സോൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും ആസ് എ ഹ്യൂമൻ നമ്മുടെ ലൈഫ് അവസാനിച്ച് നമ്മൾ ഈ ഒരു ഭൂമി വിട്ടു പോകുമ്പോൾ മിക്ക ഹ്യൂമൻ ബീയിങ്സ് നമ്മൾ കണ്ടിട്ടുള്ളത് ആഗ്രഹം പൂർത്തീകരിക്കാതാണ് പോകുന്നത്. ഒരുപാട് ഡിസയേഴ്സ് ബാക്കി വെച്ചിട്ടാണ് പോകുന്നത്. താങ്കളുടെ സോൾ ആഗ്രഹിക്കുന്നത് താങ്കളുടെ എല്ലാ ഡിസയേഴ്സും പൂർത്തിയായി, ആ ഒരു ഓക്കെ, ഞാൻ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ജീവിച്ചു, ഞാൻ ആഗ്രഹിച്ചതെല്ലാം ഞാൻ ഈ ഒരു ലൈഫ് ടൈമിൽ നേടിയെടുത്തു, ആ ഒരു സംതൃപ്തിയോടുകൂടി, ആ ഒരു സാറ്റിസ്ഫാക്ഷനോടുകൂടി, ആ ഒരു ഫുൾഫില്ലിംഗ് എനർജിയിൽ തിരിച്ചു പോകണമെന്ന് താങ്കളുടെ സോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവിൻ്റെ എനർജി ഈ ഒരു ലൈഫ് ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് താങ്കളുടെ സോൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അൺകണ്ടീഷണൽ ലവിൻ്റെ എനർജി, രാധയും കൃഷ്ണനും തമ്മിലുള്ള പ്രണയം, ഹനുമാന് രാമനോടുള്ള ഭക്തി, കുചേലനും കൃഷ്ണനും തമ്മിലുള്ള ആ ഒരു സുഹൃത്ത് ബന്ധം, അതിലെല്ലാം ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ താങ്കളുടെ സോൾ വൺനെസ് കോൺഷ്യസ്നെസ്സിൽ ജീവിക്കണം, വൺനെസ്സിൻ്റെ എനർജി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ലൈഫ് ടൈമിൽ നമ്മളുടെ ഈ ഒരു എർത്ത് വർക്ക് ചെയ്യുന്നത്, ഈ 3D വേൾഡ് വർക്ക് ചെയ്യുന്നത് ഡ്യുവാലിറ്റിയിലാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഏരിയയിലും ആ ഒരു ഡ്യുവൽ നേച്ചർ കാണാൻ സാധിക്കും, ഓപ്പോസിറ്റ്സിൻ്റെ എനർജി കാണാൻ സാധിക്കും. ഡേ, നൈറ്റ്, ഫീമെയിൽ, മെയിൽ, സൺ, മൂൺ, പോസിറ്റിവിറ്റി, നെഗറ്റിവിറ്റി, ഗുഡ്, ബാഡ്, അങ്ങനെ എല്ലാ ഏരിയയിലും ആ ഒരു ഡ്യുവൽ നേച്ചർ, ഓപ്പോസിറ്റ്സിൻ്റെ എനർജി നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഓപ്പോസിറ്റ് എനർജിയിലാണ് ഈ എർത്ത് മുന്നോട്ട് പോകുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പോസിറ്റ് എനർജി ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം അതീതം നമ്മൾ ആ ഒരു ഡ്യുവൽ നേച്ചറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും, നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിലും നമ്മളെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മളുടെ ആ ഒരു കോർ നേച്ചർ, നമ്മളുടെ എസെൻസ് ഒന്ന് തന്നെയാണ്. നമ്മളെല്ലാം ഡിവൈനിൽ നിന്നാണ് വന്നത്. അവിടെ പോസിറ്റിവിറ്റി ഇല്ല, നെഗറ്റിവിറ്റി ഇല്ല, എല്ലാം ഒന്ന് തന്നെയാണ്. ആ ഒരു വൺനെസ്സിൻ്റെ കോൺഷ്യസ്നെസ്, ആ ഒരു കോൺഷ്യസ്നെസ് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് താങ്കളുടെ സോൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡിവൈൻ ടെറോയിലൂടെ താങ്കളുടെ സോൾ എന്തൊക്കെ എക്സ്പീരിയൻസിലൂടെയാണ് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്, അതിനായിട്ട് ഡിവൈൻ ടെറോയിലൂടെ എന്തൊക്കെ മെസ്സേജസ് ആണ് നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പൈൽ നമ്പർ 2വിൻ്റെ സോൾ എന്തൊക്കെ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഈ ഒരു ലൈഫ് ടൈമിൽ പൈൽ നമ്പർ 2വിൻ്റെ സോൾ എന്തൊക്കെ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്? താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. Thank you. Okay. ഈ ഒരു കാർഡ് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. 2 കാർഡ് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. Ace of Pentacles, 2 of Wands, Strength. Okay. The World, Queen of Cups, Justice. Okay.
ബോട്ടം ഓഫ് ദി ഡെക്കിൽ ജഡ്ജ്മെൻറ്റ്. ബ്യൂട്ടിഫുൾ എനർജി, ബ്യൂട്ടിഫുൾ. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാർഡിൽ നിന്നും ആ ഒരു ഹീലിംഗ് വൈബ് ഒരുപാട് സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ആ ഹീലിങ്ങിൻ്റെ കാം ചെയ്യുന്ന എനർജി താങ്കളുടെ ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും ഹീലേഴ്സിൻ്റെ, ലൈറ്റ് വർക്കേഴ്സിൻ്റെ, എർത്ത് ഏഞ്ചൽസിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. വിത്ത് ദി സ്ട്രെങ്ത് ആൻഡ് ക്യൂൻ ഓഫ് കപ്പ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താങ്കൾ ഒരു നാച്ചുറൽ ഹീലറാണ്. താങ്കൾക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള, ദുഃഖത്തിലൂടെ, പെയിനിലൂടെ കടന്നു പോകുന്നവരെ ഹീൽ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഈ ഒരു കാർഡിലും ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി, ഈ ഒരു കാർഡിൽ നിന്നും ആ ഒരു ഹീലിംഗ് വൈബ്, സൂത്തിങ് ആയിട്ടുള്ള, കാമിങ് ആയിട്ടുള്ള എനർജി ലഭിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ റീസൺ താങ്കളൊരു ഹീലർ ആയതുകൊണ്ടാണ്, താങ്കൾ നാച്ചുറൽ ഹീലർ ആയതുകൊണ്ടാണ്. താങ്കൾ ഇവിടെ ജനിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ ഹീൽ ചെയ്യുക, അതുപോലെ തന്നെ എർത്തിൻ്റെ വൈബ്രേഷനെ ഉയർത്തുക, ആ ഒരു പേർപ്പസുമായിട്ടാണ്. താങ്കളുടെ സോൾ പേർപ്പസിൻ്റെ ഭാഗമാണ് മറ്റുള്ളവരെ ഹീൽ ചെയ്യുക എന്നുള്ളത്, എർത്തിൻ്റെ വൈബ്രേഷനെ ഉയർത്തുക എന്നുള്ളത്. നമ്മളുടെ എർത്ത് അല്ലെങ്കിൽ മദർ ഗായ ഓൾറെഡി ഒരുപാട് ഡാർക്ക്നെസ്സിലാണ്, ഒരുപാട് ഡാർക്ക് എനർജി നമ്മുടെ എർത്തിൽ ഓൾറെഡി ഉണ്ട്. ഭൂമിക്കെതിരെ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. ഭൂമിയെ നമ്മൾ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട്. ഭൂമിയുടെ ആ ഒരു സമ്പൽ സമൃദ്ധി നമ്മൾ ഇല്ലാതാക്കുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്. ഭൂമിയുടെ അബാൻഡൻസ് നമ്മൾ ഒരുപാട് നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമി ഒരുപാട് ഡാർക്ക്നെസ്സിലാണ്. അതുമാത്രമല്ല, ഇവിടെ ഒരുപാട് വർഗീയതയുടെ എനർജി, ആ ഒരു ജാതി, മതം, അതിൻ്റെയൊക്കെ പേരിലുള്ള യുദ്ധങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അതൊക്കെ ആ ഒരു ഭൂമിയിലുള്ള ആ ഒരു ഡാർക്ക്നെസ്സിനെയാണ് കാണിക്കുന്നത്. ആ ഒരു ഡാർക്ക്നെസ്സിനേക്ക് ഹീൽ ചെയ്യുക, ഭൂമിയുടെ ആ ഒരു വൈബ്രേഷനെ ഉയർത്തിക്കൊണ്ടുവരിക, അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് താങ്കളുടെ സോൾ പേർപ്പസിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് താങ്കളുടെ സോൾ ആ ഒരു വൺനെസ് കോൺഷ്യസ്നെസ്സിൽ ജീവിക്കണം, ആ ഒരു വൺനെസ് കോൺഷ്യസ്നെസ് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്. ആ ഒരു അൺകണ്ടീഷണൽ ലവിൻ്റെ എനർജിയിൽ മുന്നോട്ട് പോകണം, ഈ ഒരു ലൈഫ് ടൈമിൽ ആ ഒരു അൺകണ്ടീഷണൽ ലവിൻ്റെ എനർജിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് താങ്കൾ ആ ഒരു എർത്തിൻ്റെ വൈബ്രേഷനെ ഉയർത്തുവാൻ വേണ്ടി ഇവിടേക്ക് വന്നതുകൊണ്ടാണ്. അത് താങ്കളുടെ സോൾ പേർപ്പസിൻ്റെ ഭാഗമാണ്. താങ്കളുടെ സോളിനെ സംബന്ധിച്ച് താങ്കൾക്കും അത് ഓൾറെഡി താങ്കളുടെ ഉള്ളിലും ആ ഒരു ഫീലിംഗ് കാണും. ഞാനിവിടെ വന്നിരിക്കുന്നത്, ഞാനിവിടെ ജനിച്ചിരിക്കുന്നത്, എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാനിവിടെ വന്നിരിക്കുന്നത് വെറുതെ അല്ല, എനിക്കൊരു പേർപ്പസ് ഉണ്ട്. ഞാനിവിടെ വന്നതിനൊരു നിയോഗമുണ്ട്. ആ ഒരു പേർപ്പസിൻ്റെ എനർജി, ആ ഒരു സ്ട്രോങ് ഫീലിംഗ് താങ്കൾക്ക് ഓൾറെഡി തോന്നിയിട്ടുള്ള കാര്യമായിരിക്കാം. താങ്കൾക്ക് ഓൾറെഡി അറിയാം താങ്കൾക്ക് ഈ ഒരു ഹീലിംഗ് എനർജി ഉണ്ട്, താങ്കളൊരു ലൈറ്റ് വർക്കർ ആണെന്ന്. ബോട്ടം ഓഫ് ദി ഡെക്കിൽ ജഡ്ജ്മെൻറ്റ് കാർഡാണ്. താങ്കൾക്ക് ഓൾറെഡി അറിയാം താങ്കളുടെ ഉള്ളിൽ ഒരു ഹീലിംഗ് പവർ ഉണ്ട്, മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള പവർ ഉണ്ട് എന്ന് താങ്കൾക്കറിയാം. താങ്കളുടെ അടുത്ത് ആനിമൽസൊക്കെ വളരെ കംഫർട്ടായിട്ടായിരിക്കും ഇരിക്കുന്നത്. കൊച്ചുകുട്ടികൾ താങ്കളുടെ അടുത്ത് വളരെ കംഫർട്ടായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിൻ്റെ റീസൺ താങ്കളുടെ ഉള്ളിൽ ആ ഒരു ഹീലിംഗ് എനർജി കൊണ്ടാണ്. താങ്കളുടെ ഈ ഒരു നാച്ചുറലായിട്ടുള്ള ഹീലിംഗ് എനർജിയെ കൂടുതൽ കൂടുതൽ ചാനൽ ചെയ്യണമെന്ന് താങ്കളുടെ സോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ലൈഫ് ടൈമിൽ താങ്കളുടെ ഈ ഒരു നാച്ചുറൽ ഹീലിംഗ് എനർജിയെ കൂടുതൽ ചാനൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. താങ്കൾ ഓൾറെഡി ഹീലിംഗ് കരിയറിലായിരിക്കും. ഒരുപക്ഷെ താങ്കൾ വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ ഫീൽഡിലായിരിക്കാം. താങ്കൾ ഒരു നേഴ്സായിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടറായിരിക്കാം, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കൗൺസിലർ ആയിരിക്കാം. അതുപോലെ തന്നെ എനർജി വർക്കേഴ്സിൻ്റെ എനർജി, റേക്കി പ്രാക്ടീഷണേഴ്സിൻ്റെ എനർജി, ടെറോ റീഡേഴ്സിൻ്റെ എനർജി എനിക്ക് സ്ട്രോങ് ആയിട്ട് ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും ലഭിക്കുന്നുണ്ട്. താങ്കളുടെ സോളിന് എർത്തിനോടുള്ള ആ ഒരു ലവ് വളരെ അൺകണ്ടീഷണലാണ് എന്നുള്ള എനർജി എനിക്ക് സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഇവിടെ ആ ഒരു എർത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട്, മദർ ഗായയുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഏസ് ഓഫ് പെൻറ്റിക്കിളിൽ നിന്ന് എനിക്ക് ആ ഒരു എർത്തിൻ്റെ എനർജിയാണ് ലഭിച്ചത്. അതുപോലെ തന്നെ 2 ഓഫ് വാണ്ട്, ആ ഒരു കാർഡിൽ താങ്കൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഗ്ലോബ് കാണാൻ സാധിക്കും, കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വേൾഡ് കാർഡ്, വേൾഡ് എന്താണ്? ലോകം, എർത്ത്, നമ്മൾ വസിക്കുന്ന നമ്മളുടെ ലോകം എർത്താണ്. ആ എനർജി എനിക്കിവിടെ സ്ട്രോങ് ആയിട്ട്, എർത്തിനോടുള്ള ഒരു അൺകണ്ടീഷണൽ ലവ്, താങ്കളുടെ സോളിനുള്ള അൺകണ്ടീഷണൽ ലവ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റിസിലും എനിക്കതാണ് കാണാൻ സാധിക്കുന്നത്. ഭൂമിയോട് ആ ഒരു നീതി കാണിക്കേണ്ടതുണ്ട്. ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾക്ക് വേണ്ടതെല്ലാം, വേണ്ട റിസോഴ്സസ് എല്ലാം ഭൂമി നൽകുമ്പോൾ നമ്മൾ ഭൂമിയെ അമ്മയെപ്പോലെ പരിപാലിക്കേണ്ടതുണ്ട്. ഭൂമിയുടെ
സമ്പൽ സമൃദ്ധി ചൂഷണം ചെയ്യാതിരിക്കേണ്ടതുണ്ട്. ആ ഒരു എനർജി അത് സ്ട്രോങ് ആയിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വിത്ത് ദി വേൾഡ് കാർഡ് തങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ഫ്രീഡം നിറഞ്ഞ, പെയിൻലെസ് ആയിട്ടുള്ള, പ്രകാശഭരിതമായിട്ടുള്ള, ആ ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു ലോകത്തെയാണ്. ആ ഒരു ലോകം വാർത്തെടുക്കണമെന്നാണ് താങ്കളുടെ സോൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് എനിക്ക് എന്തൊക്കെ ആക്ഷൻ എടുക്കാൻ സാധിക്കുമോ, അതിനായിട്ട് എനിക്ക് എന്തൊക്കെ ആസ് എ സോൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ, ഈ ഒരു ബോഡിയിലിരുന്ന്, ഈ ഒരു വെസലിലിരുന്ന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണമെന്നാണ് താങ്കളുടെ സോൾ ആഗ്രഹിക്കുന്നത്. താങ്കളുടെ സോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു എർത്ത് മിഷനുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് എന്തൊക്കെ ആക്ഷനാണോ ഈ ഭൂമിയിലെ ഡാർക്ക്നെസ്സിനെ ഹീല് ചെയ്യുവാൻ, ഇവിടെ പ്രകാശം ആഡ് ചെയ്യാനായിട്ട് താങ്കൾക്ക് എന്തൊക്കെ ആക്ഷൻ എടുക്കാൻ സാധിക്കുമോ അത് താങ്കൾ എടുക്കുക. അത് ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ NGO പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കാം, ഹ്യൂമാനിറ്റേറിയൻ വർക്ക്സിലൂടെ ആയിരിക്കാം, അതുമല്ലെങ്കിൽ എനർജി വർക്കിലൂടെ ആയിരിക്കാം, ഒരു റേക്കി പ്രാക്ടീഷണർ എന്ന നിലയിലായിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു ടെറോ റീഡർ എന്ന നിലയിലായിരിക്കാം, അതുമല്ലെങ്കിൽ ഡോക്ടർ, നേഴ്സ് എന്ന നിലയിലായിരിക്കാം. എന്തു തന്നെ ആയാലും താങ്കൾക്ക് ഈ ഒരു ഭൂമിയുടെ ലൈറ്റിനെ ഉയർത്തി നിർത്തുവാൻ എന്തൊക്കെ ആക്ഷൻ എടുക്കാൻ സാധിക്കുമോ അത് എടുക്കേണ്ടതുണ്ട്. അത് താങ്കളുടെ സോൾ പേർപ്പസിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ താങ്കളുടെ സോൾ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ലൈഫ് ടൈമിൽ ഒരുപാട് ട്രാവൽ ചെയ്യണം, ലോകം മുഴുവൻ കാണണം എന്നാഗ്രഹിക്കുന്നുണ്ട്. ഓരോ കൾച്ചറും എന്താണ്, അവിടുത്തെ ആളുകൾ എന്താണ്, ഓരോ ഏരിയയിലെയും നേച്ചറിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഓരോ ഏരിയയും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ആ നേച്ചറിൻ്റെ ബ്യൂട്ടി എന്താണ് എന്നൊക്കെ അറിയണം, ഒരുപാട് ട്രാവൽ ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിനോട് യെസ് പറയുക. താങ്കളുടെ സോൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൈൽ നമ്പർ 2 എനിക്കിവിടെ ലഭിക്കുന്ന മറ്റൊരു മെസ്സേജ് എന്തെന്ന് വെച്ചാൽ, താങ്കളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. താങ്കളൊരു ഹീലർ ആയതുകൊണ്ട്, താങ്കളൊരു ലൈറ്റ് വർക്കർ ആയതുകൊണ്ട് തന്നെ താങ്കളുടെ എനർജി വളരെ സൂത്തിങ് ആണ്. മറ്റുള്ളവർ പെട്ടെന്ന് അട്രാക്റ്റ് ആവുന്ന തരത്തിലുള്ള എനർജിയാണ്, വളരെ സൂത്തിങ് ആയിട്ടുള്ള എനർജി, മറ്റുള്ളവരെ ഒട്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എനർജിയാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ എനർജി ഒരുപാട് ഡ്രെയിൻ ആവാറുണ്ട്. താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, താങ്കൾ പുറത്തേക്കൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോൾ, വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് താങ്കൾ ഒന്നിനും കൊള്ളാത്ത അവസ്ഥ, ഭയങ്കര ഡ്രെയിൻ ആയ ഒരു സിറ്റുവേഷൻ, ഒന്നിനും കൊള്ളില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, വളരെ ഡ്രെയിൻ ആയ ഒരവസ്ഥ എക്സ്പീരിയൻസ് താങ്കൾ ചെയ്തിട്ടുണ്ടാകാം. അതിൻ്റെ റീസൺ താങ്കളുടെ എനർജി ഡ്രെയിൻ ആവുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ താങ്കളുടെ ഓറയെ, താങ്കളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. താങ്കളുടെ എനർജി, താങ്കളുടെ ഓറ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഓറയാണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. ഇവിടെ എനിക്ക് പ്രൊട്ടക്ഷന് വേണ്ടി ടൈഗർ ഐ ക്രിസ്റ്റലിൻ്റെ എനർജി ചാനലായിട്ട് വരുന്നുണ്ട്. ടൈഗർ ഐ ക്രിസ്റ്റൽ പ്രൊട്ടക്ഷന് വേണ്ടി താങ്കൾക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ബ്രേസ്ലെറ്റ് ഫോമിൽ താങ്കളുടെ കയ്യിലിടാം. ഓക്കെ. അതുമല്ലെങ്കിൽ സാൾട്ട് ബാത്ത് ചെയ്യാം. പുറത്ത് പോയി വന്നതിന് ശേഷം സാൾട്ട് ബാത്ത് ചെയ്യുന്നത് നല്ലതാണ്. അതുമല്ലെങ്കിൽ സേജ് വെച്ച് പുകയ്ക്കുന്നത്, താങ്കളുടെ ബോഡി ഫുള്ള് പുകയ്ക്കുന്നത് വളരെ നല്ലതാണ്. സേജ് ഇല്ലെങ്കിൽ താങ്കൾക്ക് അഗർബത്തി യൂസ് ചെയ്യാം. എന്തായാലും താങ്കളുടെ ഓറയെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ള ഒരു സ്ട്രോങ് മെസ്സേജ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. താങ്കളുടെ സോളിന് താങ്കളുടെ പ്രസൻറ്റ് വേർഷനായിട്ട് എന്തെങ്കിലും ഗൈഡൻസ് നൽകാനുണ്ടോ എന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you. Okay. Shine brightly, stand out, be proud, individuality. Okay. Remember who you are, culture, resilience, beliefs. Reconnect with Mother Earth, plant, garden, harvest. Oh my God. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, താങ്കളുടെ സോളിന് എർത്തുമായിട്ടുള്ള ആ ഒരു എർത്തിനോടുള്ള ആ ഒരു ലവ് എനർജി അത് അൺകണ്ടീഷണൽ ആണ്. ഇവിടെ താണ്ടെ മദർ ഗായയുടെ കാർഡും വന്നിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജി.
പൈൽ നമ്പർ 2, താങ്കളുടെ സോൾ താങ്കൾക്കായിട്ട് നൽകുന്ന ഗൈഡൻസ് എന്തെന്ന് വെച്ചാൽ താങ്കളുടെ എനർജി വളരെ യുണീക്കാണ്. താങ്കൾ വളരെ യുണീക്കായിട്ടുള്ള സോളാണ്. ഈ ഒരു യുണീക്നെസ് തന്നെയാണ് താങ്കളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അല്ലെങ്കിൽ വ്യത്യസ്തയാക്കുന്നത്. ഈ ഒരു ടൈം പീരീഡ് താങ്കളുടെ ഒരു യുണീക്ക് നേച്ചറിനെ തുറന്ന് കാണിക്കാനുള്ള സമയമാണ്. താങ്കൾ ഷൈൻ ചെയ്യാനുള്ള ടൈമാണിത്. അതുകൊണ്ട് തന്നെ വളരെ പ്രൗഡ്ഫുള്ളായിട്ട് തന്നെ താങ്കളുടെ ഒരു യുണീക്കായിട്ടുള്ള ഐഡൻറ്റിറ്റിയെ, താങ്കളുടെ ഇൻഡിവിജ്വാലിറ്റിയെ, താങ്കളുടെ വ്യക്തിത്വത്തെ തുറന്ന് കാണിക്കേണ്ടതുണ്ട്. താങ്കൾ റിയലി ആരാണ്, താങ്കളുടെ റിയൽ ഐഡൻറ്റിറ്റി എന്താണ് എന്നുള്ളത് താങ്കൾ തുറന്ന് കാണിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ താങ്കളുടെ ഒരു യുണീക്ക് നേച്ചറിനെ താങ്കൾ സ്വയം അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് മറ്റുള്ളവരുടെ മുന്നിൽ തുറന്ന് കാണിക്കാൻ പറ്റുന്നത്. ഓക്കെ. സ്പിരിച്വലി അൺകോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ താങ്കളുടെ ഈ ഒരു യുണീക്കായിട്ടുള്ള നേച്ചർ കണ്ട് താങ്കളെ കളിയാക്കുമ്പോൾ, താങ്കളുടെ എനർജിയെ ലോ ആക്കാൻ ശ്രമിക്കുമ്പോൾ താങ്കൾ അവിടെ ഓർക്കേണ്ടതുണ്ട്. റിമെമ്പർ ഹൂ യു ആർ. താങ്കൾ റിയലി ആരാണ് എന്നുള്ള കാര്യം താങ്കൾ ഓർക്കേണ്ടതുണ്ട്. താങ്കൾ ഒരു ലൈറ്റ് വർക്കറാണ്, താങ്കളൊരു ഹീലറാണ്, താങ്കളൊരു എർത്ത് ഏഞ്ചലാണ്. ഈ എർത്തിലെ വൈബ്രേഷനെ ഉയർത്തി നിർത്തുക, എർത്തിൻ്റെ പോസിറ്റിവിറ്റിയെ എൻ്റെ കർമ്മം കൊണ്ട് ഉയർത്തി നിർത്തുക എന്നുള്ളത് എൻ്റെ കടമയാണ്, എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നുള്ള കാര്യം താങ്കൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടതുണ്ട് എന്നുള്ളൊരു മെസ്സേജ് താങ്കളുടെ സോൾ ഇവിടെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ താങ്കളുടെ സോൾ നൽകുന്ന മറ്റൊരു മെസ്സേജ് എന്തെന്ന് വെച്ചാൽ മദർ ഗായയുമായിട്ട്, എർത്തുമായിട്ട് കണക്റ്റ് ആവുക എന്നുള്ളതാണ്. താങ്കൾ ഓൾറെഡി എർത്തുമായിട്ട് കണക്റ്റഡ് ആണ്. എങ്കിലും ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ താങ്കൾ കുറച്ചുകൂടെ എർത്തുമായിട്ട് കണക്റ്റ് ആവേണ്ടതുണ്ട്, എർത്തിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. ഈ ഒരു ടൈം പീരീഡിൽ കുറച്ച് ഗ്രൗണ്ടിങ് എനർജി താങ്കൾക്ക് ആവശ്യമാണ്. എനർജി വൈസ് നോക്കുമ്പോൾ താങ്കളുടെ എനർജി കുറച്ച് ലോ ആണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ലോ എനർജിയെ റീചാർജ് ചെയ്യുന്നതിന് വേണ്ടി താങ്കൾ എർത്തിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. എർത്ത് താങ്കളെ ഹീൽ ചെയ്യുവാൻ സഹായിക്കും, താങ്കളുടെ എനർജിയെ റീചാർജ് ചെയ്യുവാൻ സഹായിക്കും എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. താങ്കളിവിടെ നോക്കിയാൽ ഇത് മദർ ഗായയാണ്, മദർ എർത്താണ്. ഇവിടെ ഈ മദർ എർത്തിൻ്റെ ആ ഒരു ഇമേജ് നോക്കുകയാണെങ്കിൽ വെൽക്കം ചെയ്ത് നിൽക്കുന്ന എനർജിയാണ്, തന്നിലേക്ക് വിളിക്കുകയാണ്, വരാൻ പറയുകയാണ്. ഒരു ഹഗ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്ന എർത്തിൻ്റെ, മദർ എർത്തിൻ്റെ എനർജിയാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. താങ്കളെ ഹഗ് ചെയ്യാൻ റെഡിയായിട്ട്, താങ്കൾക്ക് വേണ്ട ഹീലിംഗ് എനർജി നൽകാൻ റെഡിയായിട്ട് നിൽക്കുന്ന എർത്തിനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം പീരീഡിൽ താങ്കൾ എർത്തിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്, എർത്തുമായിട്ട് കൂടുതൽ കണക്റ്റ് ആവേണ്ടതുണ്ട്. എർത്ത് താങ്കളെ ഹീൽ ചെയ്യുവാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു മെസ്സേജ് താങ്കളുടെ സോൾ ഇവിടെ നൽകുന്നുണ്ട്. ഓക്കെ. പൈൽ നമ്പർ 2, താങ്കൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ താങ്കളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പുതിയൊരു റീഡിങ്ങുമായി കാണുന്നവരേക്കും ബായ്. ഹലോ പൈൽ നമ്പർ 3, താങ്കളുടെ റീഡിങ്ങിലേക്ക് സ്വാഗതം. താങ്കൾ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പർപ്പിൾ കളറിലെ ഗണേശൻ്റെ കാർഡാണ്. വളരെ റോയൽ എനർജി, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു പർപ്പിൾ കളർ എപ്പോഴും റോയൽ എനർജിയാണ് കാണിക്കുന്നത്. ഹയസ്റ്റ് പൊട്ടൻഷ്യലിൻ്റെ എനർജിയാണ് പർപ്പിൾ കളർ നമ്മൾക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ലോട്ടസിൻ്റെ എനർജി നമുക്ക് ഈ ഒരു കാർഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്യൂരിറ്റിയുടെ എനർജി, ലോട്ടസ് എപ്പോഴും ഒരു പ്യുവർ എനർജിയാണ് കാണിക്കുന്നത്. സഹസ്രാര ചക്രയുടെ, ക്രൗൺ ചക്രയുടെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് സ്പിരിച്വൽ വിസ്ഡത്തിൻ്റെ, സ്പിരിച്വൽ നോളജിൻ്റെ, എൻലൈറ്റൻമെൻറ്റിൻ്റെ എനർജി, മുക്തിയിലേക്കുള്ള ജേർണിയുടെ എനർജി, അതെല്ലാം ഈ ഒരു കാർഡിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് ഒരുപാട് ഓൾഡ് സോൾസിൻ്റെ വൈബ് നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ട്. പൈൽ നമ്പർ 3, താങ്കളൊരു ഓൾഡ് സോളാണ്. താങ്കൾ ഒരുപാട് ലൈഫ് ടൈംസ് ഈ ഭൂമിയിൽ ജന്മമെടുത്തിട്ടുള്ളതാണ്. ഭൂമിയിൽ മാത്രമല്ല, മറ്റു റിലേംസിലും താങ്കളുടെ സോൾ ഒരുപാട് ലൈഫ് ടൈംസിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. ആ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. താങ്കളിൽ ചിലവരുടെ ലാസ്റ്റ് ബർത്താണിത്. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, വളരെ കുറച്ച് ആളുകളുടെ ലാസ്റ്റ് ബർത്താണിത്. താങ്കൾ ആ ഒരു മുക്തി, താങ്കളുടെ സോൾ ആ മുക്തിയിലേക്കുള്ള ജേർണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരുപാട് അറിഞ്ഞു കഴിഞ്ഞു, ഒരുപാട് പഠിച്ചു കഴിഞ്ഞു, ഒരുപാട് അറിവുകൾ നേടിക്കഴിഞ്ഞു, ഒരുപാട് എക്സ്പാൻഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ ഒരു എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്.
താങ്കളുടെ സോൾ ആ ഒരു ഓൾഡ് സോൾ വിഭാഗത്തിൽ വരുന്നതായതുകൊണ്ട് തന്നെ ഒരുപാട് സ്പിരിച്വൽ വിസ്ഡം, സ്പിരിച്വൽ നോളജ് താങ്കളുടെ ഉള്ളിലുണ്ട്. ഒരുപാട് സ്പിരിച്വൽ നോളജ്. കാരണം താങ്കൾ ഒരുപാട് ലൈഫ് ടൈംസിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലൈഫ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ലൈഫിൻ്റെ നേച്ചർ എങ്ങനെയാണ്, ഡ്യുവാലിറ്റിയുടെ നേച്ചർ എങ്ങനെയാണ്, അതെല്ലാം താങ്കൾക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് സ്പിരിച്വൽ നോളജ് താങ്കളുടെ ഉള്ളിലുണ്ട്. താങ്കൾക്ക് ഒരുപാട് സ്പിരിച്വൽ വിസ്ഡം ഉണ്ടെങ്കിലും താങ്കളൊരു വളരെ ഹമ്പിളായിട്ടുള്ള സോളാണ്. എനിക്കിവിടെ ഹെർമെറ്റിൻ്റെ വൈബ് വളരെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജി. താങ്കളുടെ സോൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് താങ്കളുടെ ഉള്ളിലുള്ള ആ ഒരു സ്പിരിച്വൽ വിസ്ഡം ഉണ്ടല്ലോ, ഈ ഒരു ലൈഫ് ടൈമിലൂടെ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യണം, ആ ഒരു ടീച്ചറിൻ്റെ സ്ഥാനം നിർവഹിക്കുക, ഗുരുവിൻ്റെ സ്ഥാനം നിർവഹിക്കുക എന്നുള്ളത് താങ്കളുടെ സോൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഡിവൈൻ ടെറോയിലൂടെ താങ്കളുടെ സോൾ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. പൈൽ നമ്പർ 3യുടെ സോൾ ഈ ഒരു ലൈഫ് ടൈമിൽ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഓക്കെ, Ace of Cups, the Star, King of Wands, the Tower, Temperance, the Chariot. Bottom of the deck, 7 of Wands. Okay, beautiful. പൈൽ നമ്പർ 3, താങ്കളുടെ സോൾ താങ്കളുടെ ഉള്ളിലുള്ള സ്പിരിച്വൽ വിസ്ഡത്തെ ഷെയർ ചെയ്യണം, മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ആ ഒരു പ്രകാശം നൽകണം, അവരുടെ ഉള്ളിൽ അന്ധകാരം ഇല്ലാതാക്കണം. താങ്കളുടെ ഉള്ളിലുള്ള സ്പിരിച്വൽ വിസ്ഡത്തിലൂടെ മറ്റുള്ളവരുടെ ഉള്ളിൽ അന്ധകാരം ഇല്ലാതാക്കണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. താങ്കളുടെ ഉള്ളിൽ വളരെ പ്യുവറായിട്ടുള്ള, വിത്ത് ദി ഏസ് ഓഫ് കപ്പ്, വളരെ പ്യുവറായിട്ടുള്ള സ്പിരിച്വൽ വിസ്ഡം, യുണീക്കായിട്ടുള്ള വിസ്ഡം താങ്കളുടെ ഉള്ളിലുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വിസ്ഡം താങ്കൾ ഒരിക്കലും ബുക്ക് വായിച്ച് നേടിയെടുത്തതല്ല. ഓഫ് കോഴ്സ് താങ്കളുടെ എനർജി വൈസ് നോക്കുമ്പോൾ താങ്കൾ ബുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന, റിസർച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ള ആളുകളാണ്. പക്ഷേ ഈ ഒരു വിസ്ഡം താങ്കളുടെ സോളിൻ്റെ ബ്ലൂ പ്രിൻ്റാണ്, യുണീക്കായിട്ടുള്ള ബ്ലൂ പ്രിൻ്റാണ്. ഈ വിസ്ഡം താങ്കളുടെ സോൾ പല ലൈഫ് ടൈംസിലൂടെ നേടിയെടുത്തിട്ടുള്ളതാണ്. വളരെ യുണീക്കായിട്ടുള്ള ബ്ലൂ പ്രിൻ്റാണ് ഈ ഒരു വിസ്ഡം. വിത്ത് ദി കിങ് ഓഫ് വാണ്ട്, ഈ ഒരു വിസ്ഡത്തെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ഉള്ളിലുള്ള ഇരുട്ടിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഷെയർ ചെയ്യണമെന്ന് താങ്കളുടെ സോൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി താങ്കളുടെ സോൾ ഈ ഒരു വിസ്ഡത്തെ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും താങ്കളുടെ ഉള്ളിലുള്ള ഇൻഫർമേഷൻസ് അധികമാർക്കും അറിയാത്തതാണ്. അധികം ആരുടെയും കയ്യിൽ ഈ ഇൻഫർമേഷൻസ് ഇല്ല. എനിക്കൊരു സ്പിരിച്വൽ വിസ്ഡത്തിൻ്റെ എനർജിയാണ് സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ മിസ്റ്ററീസിനെ പറ്റി, യൂണിവേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒക്കൾട്ട് സയൻസിനെ പറ്റി, അസ്ട്രോളജിയെ പറ്റി, ടെറോയെ പറ്റി, ന്യൂമറോളജിയെ പറ്റി, ഡിവൈൻ എന്താണ്, ഡിവൈൻ എങ്ങനെയാണ് വർക്കാവുന്നത്, നമ്മളുടെ ഉള്ളിൽ നമുക്ക് എങ്ങനെ ഡിവൈൻ എനർജിയെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും, അതുപോലുള്ള വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള വിസ്ഡത്തിൻ്റെ എനർജിയാണ് എനിക്ക് ഇവിടെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നത്. എനിക്കിവിടെ നമ്പർ 7ൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. താങ്കൾ ഒരുപക്ഷെ ജനിച്ചിട്ടുള്ളത്, താങ്കളുടെ ബർത്ത്ഡേ 16/7/25 ആയിരിക്കാം. താങ്കളുടെ മൂലാംഗം 7 ആയിരിക്കാം.
അല്ലെങ്കിൽ താങ്കളുടെ ഡെസ്റ്റിനി നമ്പർ 7 ആയിരിക്കാം. തീർച്ചയായിട്ടും താങ്കളുടെ ഉള്ളിൽ ഒരുപാട് സ്പിരിച്വൽ നോളജ് ഉണ്ട്. താങ്കളുടെ ഇൻറ്റ്യൂഷനും വളരെ സ്ട്രോങ് ആണ്. താങ്കൾക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിയാൻ സാധിക്കും. ആ ഒരു ഇൻറ്റ്യൂഷനും താങ്കൾക്ക് വളരെ സ്ട്രോങ് ആണ് എന്നുള്ള മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. താങ്കൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള നോളജിനെ പറ്റി കൂടുതൽ അറിയുക, റിസർച്ച് ചെയ്യുക എന്നൊക്കെയുള്ളത് താങ്കൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് എന്നുള്ള ആ ഒരു എനർജിയും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. വിത്ത് ദി ടെമ്പറൻസ് വീണ്ടും ആ ഒരു ഗുരുവിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഗുരുവിൻ്റെ കർമ്മം എന്താണ്? പ്രകാശത്തെ ആഡ് ചെയ്യുക, ഇരുട്ടിനെ ഇല്ലാതാക്കി പ്രകാശത്തെ ആഡ് ചെയ്യുക. ഇവിടെ താങ്കൾ താങ്കളുടെ ഉള്ളിലുള്ള വിസ്ഡത്തെ ഷെയർ ചെയ്യുമ്പോൾ അത് കേൾക്കുവാൻ, അതിനെ ഫോളോ ചെയ്യുവാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. താങ്കളുടെ ഉള്ളിലുള്ള വിസ്ഡം ഷെയർ ചെയ്യാതിരിക്കുന്നത് താങ്കളെ കേൾക്കാൻ ആരും കാണില്ല, താങ്കൾ പറയുന്നത് ആര് കേൾക്കാനാണ് എന്നുള്ള ഒരു കാരണം കൊണ്ടാണെങ്കിൽ അത് താങ്കളുടെ തെറ്റായ ധാരണയാണ്. താങ്കൾ താങ്കളുടെ ഉള്ളിലുള്ള വിസ്ഡത്തെ ഷെയർ ചെയ്തു തുടങ്ങുമ്പോൾ താങ്കളെ കേൾക്കാൻ ആളുകൾ വരും. താങ്കളെ വളരെ ഇൻസ്പിറേഷനോടുകൂടി തന്നെ ആളുകൾ നോക്കിക്കാണും. ഇവർക്കെങ്ങനെ ഈ നോളജ് കിട്ടുന്നു? താങ്കൾ ഷെയർ ചെയ്യുന്ന വിസ്ഡം താങ്കളുടെ ഫോളോവേഴ്സിൻ്റെ ലൈഫിൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അവർ താങ്കളോട് വന്ന് പറയും, താങ്കൾ പറഞ്ഞ ഈ ഒരു ടിപ്പ് കൊണ്ട്, ഈ ഒരു ട്രിക്ക് കൊണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം നടന്നു, എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു അഡിക്ഷൻ മാറി, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു ബാലൻസ് ക്രിയേറ്റ് ആയി എന്ന് അവർ താങ്കളോട് വന്ന് പറയുന്നത് താങ്കൾ കേൾക്കും. മറ്റുള്ളവരുടെ ലൈഫിൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ താങ്കളുടെ വിസ്ഡം ഷെയർ ചെയ്യുന്നതിലൂടെ താങ്കൾക്ക് സാധിക്കും എന്നുള്ളൊരു എനർജി എനിക്കിവിടെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. താങ്കൾക്ക് പല ലൈഫ് ടൈമിൽ ജന്മമെടുത്ത് വന്നതുകൊണ്ട് തന്നെ താങ്കൾക്ക് നന്നായിട്ട് അറിയാം എങ്ങനെ ഒരു സ്പിരിച്വൽ ലൈഫും മെറ്റീരിയൽ ലൈഫും തമ്മിൽ ബാലൻസിൽ കൊണ്ടുപോകണം, എങ്ങനെ ലൈഫിനെ നോക്കിക്കാണണം, ഡ്യുവാലിറ്റി എങ്ങനെ നോക്കിക്കാണണം. അതിൻ്റെ എല്ലാം ഉത്തരം താങ്കൾക്കറിയാം, താങ്കളുടെ സോളിനറിയാം. അതുപോലെ തന്നെ താങ്കളിൽ ചിലവർ ഇപ്പോഴും താങ്കളുടെ ഈ ഉള്ളിലുള്ള വിസ്ഡത്തെ ആക്സസ് ചെയ്തിട്ടില്ല, ഇപ്പോഴും അതിനെപ്പറ്റി അൺഅവെയർ ആണ് എന്നുള്ളൊരു എനർജിയും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. താങ്കളുടെ ഉള്ളിലുള്ള ഈ ഒരു സ്പിരിച്വൽ വിസ്ഡത്തെ ആക്സസ് ചെയ്യാനായിട്ട് വിത്ത് ദി ബോട്ടം ഓഫ് ദി ഡെക്കിൽ 7 ഓഫ് വാണ്ട് ആണ്. താങ്കളുടെ ഉള്ളിലുള്ള ഈ ഒരു സ്പിരിച്വൽ വിസ്ഡവുമായിട്ട്, സോളിൻ്റെ ഈ ഒരു ബ്ലൂ പ്രിൻറ്റുമായിട്ട് കണക്റ്റ് ആവുവാൻ താങ്കൾ ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യേണ്ടതുണ്ട്, മെഡിറ്റേഷൻ്റെ എനർജിയുമായിട്ട് കണക്റ്റ് ആവേണ്ടതുണ്ട് എന്നുള്ളൊരു മെസ്സേജ് എനിക്കിവിടെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് എന്തെന്ന് വെച്ചാൽ താങ്കളുടെ സോൾ ഓൾറെഡി ഒരുപാട് വിസ്ഡം നേടിയെടുത്തിട്ടുണ്ടെങ്കിലും ഇനിയും എനിക്ക് ഒരുപാട് അറിയാൻ ബാക്കിയാണ്, ഇനിയും ഒരുപാട് അറിയാനുണ്ട്, ഇനിയും ഒരുപാട് എക്സ്പാൻഡ് ആവാനുണ്ട്. ഞാൻ ഇപ്പോഴും എനിക്ക് പകുതി മുക്കാലും അറിയില്ല, ഞാൻ ഇപ്പോഴും 1% മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ആ ഒരു ഹംബിൾനെസ്സിൻ്റെ എനർജിയിലാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ സോൾ കൂടുതൽ വിസ്ഡം നേടണം, ഇനിയും കൂടുതൽ എക്സ്പാൻഡ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താങ്കൾ ഈ ഒരു ലൈഫ് ടൈമിൽ കൂടുതൽ ബുക്സ് വായിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് റിലീജിയസ് ടെക്സ്റ്റ് ആവാം, എന്തുമാകാം, ഒരു ഫിലോസഫിക്കൽ ആവാം, അല്ലെങ്കിൽ സൈക്കോളജിയെ പറ്റി ആവാം. എന്തായാലും കൂടുതൽ ബുക്സ് വായിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം താങ്കളുടെ സോൾ അത് ആഗ്രഹിക്കുന്നുണ്ട്, വീണ്ടും ഒരുപാട് അറിവുകൾ നേടണം എന്ന് താങ്കളുടെ സോൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. വിത്ത് ടവർ കാർഡ് ഇവിടെ വീണ്ടും ആ ഒരു ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന എനർജി, താങ്കളുടെ ഉള്ളിലുള്ള വിസ്ഡം മറ്റുള്ളവരുടെ ജീവിതത്തിലെ അന്ധകാരത്തെയാണ് ഇല്ലാതാക്കുന്നത്. ഈ ഒരു ലൈറ്റ് അത് താങ്കളുടെ വിസ്ഡമാണ്. താങ്കളുടെ വിസ്ഡത്തിന് മറ്റുള്ളവരുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ ഇല്ലാതാക്കാനുള്ള പവറുണ്ട്. മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനുള്ള പവറുണ്ട്. ഇപ്പോഴാണ് ഞാനൊരു ബട്ടർഫ്ലൈയെ ശ്രദ്ധിച്ചത്. ബട്ടർഫ്ലൈ ട്രാൻസ്ഫോർമേഷൻ്റെ എനർജിയാണ്. മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനുള്ള പവർ താങ്കളുടെ ഉള്ളിലുള്ള വിസ്ഡത്തിന് ഉണ്ട്. വിത്ത് ദി ചാരിയറ്റ് കാർഡ് താങ്കളുടെ സോൾ ഒരുപാട് യാത്രകൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പർട്ടിക്കുലറായിട്ട് ഈ ഒരു യാത്രകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് സോളിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയാണ്.
സോൾ എക്സ്പാൻഷന് വേണ്ടി നമ്മൾ പുതിയ പുതിയ കൾച്ചറിലേക്ക് പോകുമ്പോൾ, പുതിയ പുതിയ ആളുകളുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാൻ കാണും. ഈ ഒരു എക്സ്പാൻഷന് വേണ്ടി കൂടുതൽ യാത്ര ചെയ്യണം, കൂടുതൽ കൾച്ചറിനെ അറിയണം എന്ന് താങ്കളുടെ സോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലഭിക്കുന്ന മറ്റൊരു മെസ്സേജ് എന്തെന്ന് വെച്ചാൽ, താങ്കളിപ്പം പർട്ടിക്കുലറായിട്ട് ഏതെങ്കിലും ഒരു റിലീജിയനിൽ പെടുന്ന വ്യക്തിയായിരിക്കാം. ഒന്നെങ്കിൽ ഹിന്ദു ആയിരിക്കാം, അല്ലെങ്കിൽ മുസ്ലിം ആയിരിക്കാം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയിരിക്കാം. താങ്കൾ വിശ്വസിക്കുന്ന റിലീജിയനെ പറ്റി മാത്രമല്ല താങ്കൾ അറിയേണ്ടത്, താങ്കളുടെ ചുറ്റുമുള്ള മറ്റ് റിലീജിയനെ പറ്റി മനസ്സിലാക്കണം. താങ്കളുടെ റിലീജിയസ് ടെക്സ്റ്റ് വായിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റ് റിലീജിയസ് ടെക്സ്റ്റും താങ്കൾ വായിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ലഭിക്കുന്നുണ്ട്. താങ്കളുടെ സോൾ എല്ലാ കൾച്ചറും എല്ലാ റിലീജിയനും എന്താണ് പറയുന്നത് എന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓൾറെഡി താങ്കളുടെ സോളിന് ഒരുപാട് നോളജ് ഉണ്ട്, പക്ഷേ ഈ എക്സ്പാൻഷന് വേണ്ടി വീണ്ടും കൂടുതൽ അറിയണം എന്നുള്ള ഒരു ആഗ്രഹം താങ്കളുടെ സോളിനുണ്ട്. ഇവിടെ താങ്കളുടെ സോളിന് താങ്കളുടെ പ്രസൻറ്റ് വേർഷനോട് എന്തെങ്കിലും ഗൈഡൻസ് നൽകാനുണ്ടോ എന്ന് കൂടി നോക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you so much. Thank you. Okay. Get into nature, coexistent, gather, limit waste. Take your body well, exercise, meditate, message. Nature spirit, elves, fairies, rock formation. Pile number 3, താങ്കൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ടതുണ്ട്. താങ്കളുടെ മുന്നോട്ടുള്ള ജേർണിയിൽ മെഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിറ്റേഷൻ താങ്കളുടെ സോളിൻ്റെ വിസ്ഡത്തെ താങ്കളുടെ മൈൻഡിലേക്ക് ആക്സസ് ചെയ്യുവാൻ ഹെൽപ്പ് ചെയ്യും. ഓൾറെഡി ആ ഒരു മെഡിറ്റേഷൻ്റെ മെസ്സേജ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ബോട്ടം ഓഫ് ദി ഡെക്കിൽ 7 ഓഫ് വാണ്ടിൽ നിന്ന് മെഡിറ്റേഷൻ്റെ എനർജി, മെഡിറ്റേഷൻ്റെ മെസ്സേജ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ താങ്കൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ടതുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ താങ്കൾ നേച്ചറുമായിട്ട് കണക്റ്റ് ആവേണ്ടതുണ്ട്. ഇപ്പോൾ താങ്കൾക്ക് ആ ഒരു ഗ്രൗണ്ടിങ് എനർജി ആവശ്യമാണ്. താങ്കൾ ഈ അടുത്ത സമയത്തായിട്ട് പുറത്തോട്ടൊന്നും അധികം ഇറങ്ങാറില്ല, നേച്ചറുമായിട്ട് അധികം കണക്റ്റ് ആവാറില്ല എന്നുള്ളൊരു സ്ട്രോങ് വൈബ് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേച്ചറുമായിട്ട് കണക്റ്റ് ആവേണ്ടതുണ്ട്. താങ്കളെ ഗ്രൗണ്ടഡ് ആക്കുവാൻ, താങ്കൾക്ക് ആ ഒരു റിലാക്സേഷൻ തരുവാൻ നേച്ചർ താങ്കളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള മെസ്സേജ് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താങ്കൾ ഫുഡ് കൂടുതൽ വേസ്റ്റ് ആക്കുന്നുണ്ട് എങ്കിൽ അത് ചെയ്യാതിരിക്കുക. താങ്കൾ ഫുഡ് വെറുതെ പാഴാക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇനി അങ്ങോട്ട് അത് ചെയ്യാതിരിക്കുക. ഓക്കെ, അത് താങ്കളുടെ സോളിന് വളരെയധികം പെയിൻ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വാട്ടറുമായിട്ട് കണക്റ്റ് ആവുക. വാട്ടർ താങ്കളെ ഹീൽ ചെയ്യും, താങ്കളുടെ മൈൻഡ്, ബോഡി, സ്പിരിറ്റിനെ ഹീൽ ചെയ്യും എന്നുള്ളൊരു മെസ്സേജ് എനിക്കിവിടെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. താങ്കളുടെ സോളിന് വാട്ടർ ബോഡീസ് ഉള്ള ഏരിയാസിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമാണ്. ബീച്ചിൽ അല്ലെ റിവേഴ്സിൻ്റെ ഏരിയയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമാണ്. വാട്ടറിൻ്റെ എനർജി താങ്കളുടെ സോളിന് ഒരുപാട് ഹീലിംഗ് എനർജി നൽകാറുണ്ട്. എനിക്കിവിടെ ലുമേറിയൻ കൾച്ചറിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. താങ്കളുടെ സോൾ ലുമേറിയൻ കൾച്ചർ മുതൽ തന്നെ ഇവിടെ ഉള്ളതാണ്, എക്സിസ്റ്റൻസിലുള്ളതാണ്. അത്രയ്ക്കും ഓൾഡായിട്ടുള്ള സോളാണ് താങ്കളുടേത്. ആ ഒരു ലുമേറിയൻ കൾച്ചറിൻ്റെ എനർജി, ആ ഒരു വൈബ് എനിക്കിവിടെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് വാട്ടറുമായിട്ട് കണക്റ്റ് ആവുക, വാട്ടർ താങ്കൾക്ക് ഒരു ഹീലിംഗ് എനർജി നൽകും എന്നുള്ള ഒരു മെസ്സേജ് സ്ട്രോങ് ആയിട്ട് ഇവിടെ ലഭിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ. ഓക്കെ, പൈൽ നമ്പർ 3, താങ്കൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ താങ്കളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പുതിയൊരു റീഡിങ്ങുമായി കാണുന്നവരേക്കും ബൈ.